ഗ്ലോക്കോമയെ പ്രധാനമായി രണ്ട് വിഭാഗമായി പറയാറുണ്ട്. പ്രൈമറി ഗ്ലോക്കോമ എന്നും സെക്കൻഡറി ഗ്ലോക്കോമ എന്നും. പ്രൈമറി ഗ്ലോക്കോമയെ വീണ്ടും പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നും പ്രൈമറി ആംഗിൾ ക്ലോസർ ഗ്ലോക്കോമ എന്നും രണ്ടായി തിരിക്കുന്നു. കണ്ണുകൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അക്വസ് ഹ്യൂമർ എന്ന ദ്രാവകം പുറമേക്ക് ഒഴുകുന്നത് കനാൽ ഓഫ് ഷ്ലം എന്ന സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളിൽ ഭാഗികമായി ഉണ്ടാവുന്ന തടസ്സം മൂലം കണ്ണുകളുടെ മർദ്ദം വർദ്ധിക്കുകയും കാഴ്ചശക്തി ക്രമേണ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. എന്നാൽ പ്രൈമറി ആംഗിൾ ക്ലോസർ ഗ്ലോക്കോമയിൽ അക്വസ് ഹ്യൂമർ എന്ന ദ്രാവകം പുറമേക്ക് ഒഴുകുന്ന ഭാഗത്ത് പെട്ടെന്ന് തടസ്സം ഉണ്ടാവുകയും ഇതുമൂലം കണ്ണുകൾക്കുള്ളിലെ മർദ്ദം പെട്ടെന്ന് വർദ്ധിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. പ്രൈമറി ആംഗിൾ ക്ലോസർ ഗ്ലോക്കോമയിൽ സാധാരണയായി വേദന, ചുവപ്പ്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ പ്രകാശവളയങ്ങൾ കാണപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. എന്നാൽ സെക്കൻഡറി ഗ്ലോക്കോമ മറ്റു രോഗങ്ങളോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേത്രരോഗത്തിന്റെ കോംപ്ലിക്കേഷൻ ആയോ ഉണ്ടാവുന്നതാണ്. ഉദാഹരണമായി ഡയബറ്റിക് റെറ്റിനോപ്പതിയോടനുബന്ധിച്ച് ഉണ്ടാവുന്ന നിയോവാസ്കുലാർ ഗ്ലോക്കോമ, കണ്ണുകൾക്ക് പരിക്ക് പറ്റി ഉണ്ടാവുന്ന ട്രോമാറ്റിക് ഗ്ലോക്കോമ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഗ്ലോക്കോമ ഇനി ആർക്കൊക്കെ ഏതൊക്കെ അവസ്ഥകളിൽ വരാം എന്ന് നോക്കാം. കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ, അതുപോലെ 40 വയസ്സിന് മുകളിലുള്ളവർ, പ്രമേഹബാധിതർ, സ്റ്റീറോയിഡ് മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കുന്നവർ, കണ്ണുകൾക്ക് പരിക്ക് പറ്റിയിട്ടുള്ളവർ, ഇവർക്കെല്ലാം ഗ്ലോക്കോമ ബാധിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട്.